നേപ്പാളിൽ ആഭ്യന്തര കലാപം രൂക്ഷമായിരിക്കുകയാണ്. ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഈ കലാപം? ഇതിൻ്റെ പിന്നിൽ ആരാണ്? അതായത് അവിടെ രണ്ട് കാരണങ്ങളാണ് ഈ പ്രക്ഷോഭകാരികളായ യുവാക്കൾ പറഞ്ഞത്. ഒന്ന്, സാമൂഹ്യ മാധ്യമങ്ങൾ അവിടെ നിരോധിച്ചു എന്നുള്ളത്. രണ്ടാമത്തത്, അവിടെ മുൻ പ്രധാനമന്ത്രിമാരൊക്കെ രാഷ്ട്രീയ നേതാക്കളൊക്കെ അഴിമതിക്കാരാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ആദ്യത്തെ ഇത് സാമൂഹ്യ മാധ്യമ നിരോധനമാണല്ലോ. അത് ഗത്യന്തരമില്ലാതെ ഈ ശർമ്മ ഒലി സർക്കാർ കഴിഞ്ഞ ദിവസം പിൻവലിച്ചിരുന്നു. പക്ഷെ പിൻവലിച്ച ശേഷവും പ്രക്ഷോഭം നിന്നില്ല. അതായത് മറ്റേ മന്ത്രിമാരുടെ വീടിൻ്റെ നേരെ അക്രമം, പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതിയല്ല, അദ്ദേഹത്തിൻ്റെ തറവാട് എന്ന് പറയാവുന്ന സ്ഥലത്ത് അക്രമം, പിന്നെ പ്രചണ്ഡ പഴയ പ്രധാനമന്ത്രി മാവോയിസ്റ്റ് പ്രചണ്ഡയുടെ വീടിൻ്റെ നേരെ അക്രമം, ഒരു മന്ത്രിയുടെ വീടിൻ്റെ അടുത്ത് ബോംബ് പൊട്ടുന്നു, ഇല്ലേ? ഇങ്ങനെ മന്ത്രിമാരെയൊക്കെ ലക്ഷ്യമാക്കി, മന്ത്രി വസതികളുമൊക്കെ ലക്ഷ്യമാക്കി. പിന്നെ അവിടെ ഈ 70 കഴിഞ്ഞ രാഷ്ട്രീയ നേതാക്കളാണല്ലോ മൊത്തം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് 2008 മുതൽ. 2008 അവിടെ രാജാവിൻ്റെ ഭരണം പോയിട്ട് മറ്റേ ജനാധിപത്യം വരുന്നത്. 2008 മുതൽ ഇതുവരെ ഒരു സർക്കാരും 5 കൊല്ലം ഭരിച്ചിട്ടില്ല. അങ്ങനെ ഈ 70 കഴിഞ്ഞ നേതാക്കളുടെ അഴിമതി എന്ന് പറഞ്ഞ വിഷയം ഈ സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ചത് പിൻവലിച്ചപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭരണമല്ല അവർ ആശിക്കുന്നത് എന്ന് ഈ യുവാക്കൾ പറയുന്നുണ്ട്. പക്ഷേ ഈ ഇങ്ങനെയൊരു അട്ടിമറിയോ ഭരണകൂടം ഇല്ലാതാവലോ ഒക്കെ ഉണ്ടാകാം എന്നുള്ളതിൻ്റെ സൂചനകൾ കുറേ നാളായിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ അയലത്താണ് നേപ്പാൾ, ഇന്ത്യയുടെ അയലത്താണ് ബംഗ്ലാദേശ്, ഇന്ത്യയുടെ അയലത്താണ് ശ്രീലങ്ക. ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഇങ്ങനെ ഭരണകൂടം, ആളുകൾ തെരുവിൽ ഇറങ്ങിയിട്ട് ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. ബംഗ്ലാദേശിലും ലങ്കയിലും നടന്നതിന് സമാനമായ നീക്കങ്ങളാണ് നേപ്പാളിലും നടന്നത്. ബംഗ്ലാദേശിൽ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെയൊക്കെ സൂത്രധാരൻ ഡേവിഡ് ലൂ എന്ന് പറഞ്ഞ അമേരിക്കൻ വിദേശകാര്യ വകുപ്പിലെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആണെന്നുള്ള വിവരമൊക്കെ നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം മുമ്പ് ടാൻസാനിയ ഒക്കെ പോലെയുള്ള ചില സ്ഥലത്തൊക്കെ പോയിരുന്നപ്പോൾ അദ്ദേഹം പോയ സ്ഥലത്തൊക്കെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടാക്കിയ ഒരു പൈതൃകം അദ്ദേഹത്തിനുണ്ട്. ഈ ഭരണകൂടത്തിനെ അട്ടിമറിക്കാൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇദ്ദേഹം അവിടെ സന്ദർശനം നടത്തുമോ, ധാക്കയിലുമൊക്കെ. അതിനു മുമ്പ് സന്ദർശനം നടത്തിയപ്പോൾ സന്ദർശനം നടത്തിയപ്പോഴാണ് അന്ന് ഷെയ്ഖ് ഹസീന പറഞ്ഞത് ഈ ചിലർ ഭരണകൂടം അട്ടിമറിക്കാനായിട്ട് ഗൂഢാലോചന നടത്തുന്നുണ്ട്, ഇന്ത്യയുടെ ചില ഭാഗങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്ത് സോഗം എന്ന് പറഞ്ഞൊരു രാജ്യം സ്ഥാപിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നോട് തന്നെ ആ സെൻറ്റ് വിൻസെൻ്റ് ദ്വീപ്, ബംഗ്ലാദേശിനോടെ ഇന്ത്യ സമുദ്രത്തിൽ ദ്വീപ്, അത് വിട്ടുകൊടുക്കാമോ എന്ന് എന്നോടൊരു വിദേശ ശക്തി ചോദിച്ചിരുന്നു എന്നൊക്കെ ഷെയ്ഖ് ഹസീന അവരട്ടിമറിക്കപ്പെടുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അമേരിക്കൻ താല്പര്യങ്ങൾ പാകിസ്ഥാനിലിപ്പോൾ നടക്കുന്നുണ്ട്. പല മറ്റേ ട്രംപിൻ്റെ മകൻ തന്നെ അവിടെ സന്ദർശനം നടത്തിയിരുന്നു, ക്രിപ്റ്റോ കറൻസി കച്ചവടമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ഇപ്പോൾ ഒരു താരിഫ് യുദ്ധം നടക്കുന്നുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ. അപ്പോൾ അയൽവക്കത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്ന് അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട്. നേപ്പാളിലൊരു പ്രശ്നം ഉണ്ടാക്കി ഇന്ത്യക്ക് എലമ്പുണ്ടാക്കണം എന്ന് ചൈന ആഗ്രഹിക്കുന്നില്ലല്ലോ. ചൈനയുമായിട്ട് നേപ്പാളിന് നല്ല ബന്ധമാണ്, പക്ഷേ ഇന്ത്യയുമായി വളരെ നല്ല ബന്ധം വേണം എന്ന് ചൈന ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രക്ഷോഭം നടക്കുമ്പോൾ ഈ ഒലിയെ സഹായിക്കാൻ ചൈന ഉണ്ടായിരുന്നില്ല, ഇന്ത്യ ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ സഹായിക്കുന്ന രാജ്യങ്ങളാണ്. നേപ്പാളിനൊന്നും ചെയ്യാനുള്ള ശേഷിയില്ലല്ലോ. ഇങ്ങനൊരു പ്രശ്നം വന്നാൽ രാജിവെക്കുക എന്നുള്ളതല്ലാതെ അവിടുത്തെ പ്രധാനമന്ത്രിക്ക് ഒന്നും ചെയ്യാനില്ല. അവിടെ രാജകുടുംബത്തിൽ തന്നെ 5-6 പേരില്ലേ കൂട്ടക്കൊല, കുടുംബത്തിൽ തന്നെ ഒരാൾ കൂട്ടക്കൊല നടത്തിയതാണ്. അത് കഴിഞ്ഞ് മാർച്ചിൽ ഈ രാജാവ് വിദേശത്ത് നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ വിമാനത്താവളം മുതൽ കൊട്ടാരം വരെ അദ്ദേഹത്തിനെ ആനയിച്ചു കൊണ്ടുപോയി, ഇല്ലേ ജനക്കൂട്ടം. ഇനി രാജാവ് തിരിച്ചു വരണം എന്ന് അവരാഗ്രഹിക്കുകയൊക്കെ ചെയ്തിരുന്നു.
അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ അഴിമതി ധാരാളം നടക്കുന്നുണ്ട്. അഴിമതി നടക്കുമ്പോൾ ഈ മാവോയിസ്റ്റുകളുടെ ആഗ്രഹം എന്താണ്? ബൂർഷയാവുക എന്നുള്ളതല്ലേ ആത്യന്തിക ആഗ്രഹം. ഏത് കമ്മ്യൂണിസ്റ്റിൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹം ബൂർഷ ആകണം എങ്ങനെ എന്നാണ്. അപ്പോൾ അവരൊക്കെ ബൂർഷയായി, പ്രചണ്ഡയ്ക്കൊക്കെ വലിയ മാളികയൊക്കെ ആയി. അപ്പോൾ പക്ഷേ അവിടെ ഒരു മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു കഴിഞ്ഞാൽ, സർക്കാരിൻ്റെ പോളിസി ഡിസിഷനാണെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അഴിമതിയായിട്ട് ഗണിക്കില്ല. അവിടെ പിന്നെ അന്വേഷണമൊന്നുമില്ല. അപ്പോൾ ഒരു അഴിമതി, കുറേ വിമാനങ്ങൾ വാങ്ങിക്കാന്നിരിക്കട്ടെ, ഒരു അഴിമതി അങ്ങനെയാണ്. അപ്പോൾ വിമാനത്തിൽ കമ്മീഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ വിമാനം വാങ്ങുന്നുള്ളത് മന്ത്രിസഭാ തീരുമാനമാണല്ലോ. എനിക്കെന്ത് ഉത്തരവാദിത്തം എന്നാണ് ഈ അഴിമതി നടത്തിയ പ്രധാനമന്ത്രി ചോദിക്കുന്നത്. ഇതവർക്ക് കണ്ട് മടുത്തു. അപ്പോൾ ഈ ഒലി ഇപ്പോൾ രാജിവെച്ച പ്രധാനമന്ത്രി, അയാളൊരു വലിയൊരു തേയിലത്തോട്ടം മേടിച്ചിട്ട് തുണ്ട് ഭൂമികളായിട്ട് 5 സെൻറ്റ് 10 സെൻറ്റായിട്ട് വിറ്റ ഒരു കുംഭകോണമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സുപ്രീം കോടതി അങ്ങനെ തോട്ടം തരം മാറ്റാൻ പറ്റില്ല എന്ന് വിധിച്ചിരുന്നതാണ്. സുപ്രീം കോടതി വിധി ലംഘിച്ചുകൊണ്ടാണ് ഇയാൾ ചെയ്തത്. അപ്പോൾ സുപ്രീം കോടതിയിൽ കോർട്ടലക്ഷ്യം കേസുണ്ട്. ആ കേസുള്ളപ്പോഴാണ് ഇപ്പോൾ ഈ സംഭവങ്ങൾ. പിന്നെ പഴയ 3 പ്രധാനമന്ത്രിമാർ, മാധവ് നേപ്പാൾ, ബാബുറാം ഭട്ടറായ്, ഗിൽരാജ് റഗ്മി, ഇവർക്കെതിരെയൊക്കെ ഈ അഴിമതി കുംഭകോണ കേസുകളൊക്കെ ഉണ്ട്. 3 തവണ പ്രധാനമന്ത്രി ആയാളാണ് പ്രചണ്ഡ. ഈ പ്രചണ്ഡ ഈ ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ അവരുടെ കൻ്റോൺമെൻറ്റിൽ മാവോയിസ്റ്റ് ഗറില്ലകൾക്ക് വിതരണം ചെയ്യാനുള്ള ശതകോടിക്കണക്കിന് പണം അത് അയാൾ വകമാറ്റി ചിലവാക്കി പ്രചണ്ഡ എന്ന് പറഞ്ഞൊരു കേസ് അയാൾക്കെതിരെ ഉണ്ട്. ഇതിനു മുമ്പുള്ള പ്രധാനമന്ത്രി ദ്യൂബ, അയാളാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിമാനം മേടിച്ചതിൽ അഴിമതി നടത്തിയത്, കോഴ. ഈ ദ്യൂബയുടെ ഭാര്യ അർസു റാണ ഇപ്പോൾ ഈ രാജിവെച്ച മന്ത്രിസഭ ഉണ്ടല്ലോ, അതിൽ വിദേശമന്ത്രിയായിരുന്നു. അപ്പോൾ ഭർത്താവ് പ്രധാനമന്ത്രിയായിരുന്നു നേരത്തെ, ഭാര്യ വിദേശമന്ത്രി, ഇങ്ങനെ കുടുംബം ഭരിക്കുകയാണ്. അപ്പോൾ മാത്രമല്ല, അടുത്ത കാലത്ത് വേറൊരു കേസ് വന്നു. നേപ്പാൾ പൗരന്മാരെ ഈ ഭൂട്ടാൻ പൗരന്മാരാണെന്ന് രേഖകൾ ഉണ്ടാക്കിയിട്ട് അമേരിക്കയിലേക്ക് ഈ മനുഷ്യക്കടത്ത് നടത്തുന്ന ഒരു കേസ് അടുത്ത കാലത്ത് വന്നിരുന്നു. ഇതും രാഷ്ട്രീയക്കാരുമൊക്കെ ഇടപെട്ട് നടക്കുന്നതാണ്. അങ്ങനെ ഈ അഴിമതിക്കെതിരെ ഈ പ്രക്ഷോഭം നടത്തുന്ന യുവാക്കൾക്ക് ഈ കാഠ്മണ്ഡു മേയർ ബലേന്ദ്ര ഷാ വേടനെ പോലെ തന്നെ ഒരു റാപ്പറാണ്. ഈ ബലേന്ദ്ര ഷായുടെ പിന്തുണ ഉണ്ടായിരുന്നു. അപ്പോൾ ആളെ കിട്ടാനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാഠ്മണ്ഡു മേയർ ബലേന്ദ്ര ഷാ കൂടെ ഉണ്ടായിരുന്നു. 30-34 വയസ്സ് പ്രായമുള്ള ആളാണ് അങ്ങേര്. പിന്നെ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി എന്ന് പറഞ്ഞൊരു പുതിയ പാർട്ടി ഉണ്ട് അവിടെ. അതിൻ്റെ നേതാവ് റാബി ലാമിച്ചനെ, അങ്ങേരും ചെറുപ്പമാണ്. പഴയ TV അവതാരകൻ ആണ്. പ്രിയൻ്റെ പ്രായമൊക്കെ ഉള്ളൂ TV അവതാരകൻ. അപ്പോൾ ഇങ്ങനെ 2-3 പേരല്ലാതെ ബാക്കി എല്ലാവരും 70 വയസ്സിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ അവർക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ മൈൻഡ് ചെയ്യേണ്ടതില്ല. പക്ഷേ ഈ ലാമിച്ചനെ, അതുപോലെ തന്നെ ഈ ബലേന്ദ്ര ഷാ മേയർ, ഇവരൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വളർന്നു വന്ന ആളുകളാണ്. പിന്നെ ഹമി നേപ്പാൾ എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയാണ് ഈ പ്രക്ഷോഭങ്ങളെ ഏകോപിപ്പിച്ചത്. അതിൻ്റെ അധ്യക്ഷൻ സുധൻ ഗുരുങ്, അദ്ദേഹം യുവാവാണ്. 3 യുവാക്കൾ ഇതിൻ്റെ പിന്നാലെ ഉണ്ട്. ആ യുവാക്കൾക്ക് പിന്നിൽ വേറെ ബാഹ്യശക്തികളും ഉണ്ടാവും. ഇങ്ങനെയാണ് അവിടെ ഇത് രൂപപ്പെട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒലിക്ക് രാജ്യം വിടേണ്ടി വരും. ദുബായിൽ അഭയം തേടിയേക്കും. ഇന്ത്യയിൽ അഭയം തേടാമായിരുന്നു, പക്ഷേ ഇന്ത്യയുമായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ചൈനയിലേക്കുള്ള കച്ചവടം നേപ്പാൾ വഴി നടത്താൻ പറ്റില്ല. ലിപ്പു ലേക്ക് ചുരം വഴി ആണ് നമുക്ക് ചരക്ക് പോകേണ്ടത് ചൈനയ്ക്ക്. അത് ഞങ്ങളുടെ സ്ഥലമാണ്, നിങ്ങൾക്ക് ഇതിൽ കാര്യമൊന്നുമില്ല, ഞങ്ങളുടേതാണ്, ഞങ്ങൾ നിങ്ങളുടെ ചരക്ക് അയക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലം കൂടി, കാലാപാനി എന്ന് പറയുന്ന സ്ഥലമാണ്, അതും കൂടിയൊക്കെ അവിടുത്തെ ഭൂപടത്തിൽ കയറ്റി വരച്ച് ഭരണഘടനയൊക്കെ പരിഷ്കരിക്കുകയൊക്കെ ചെയ്തു ഈ ഒലി. അപ്പോൾ ഒരു ഇന്ത്യ വിരുദ്ധനാണ് ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. അത്രയും സന്തോഷം നമുക്ക് ആകാം. പക്ഷേ ഇന്ത്യ അല്ല ഇതിൻ്റെ പിന്നിലെങ്കിലും ഇന്ത്യയാണ് പിന്നിൽ എന്ന് പറഞ്ഞിട്ട് അമേരിക്കയുടെ ഒരു പ്രചാരണം വരും. അതിൽ ഇന്ത്യ കരുതിയിരിക്കുകയും വേണം.
അതുകൊണ്ട് നമുക്കൊരു തലവേദനയാണ് നേപ്പാൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.